അൺഅക്കാഡമി കേരള PSC +2 ലെവൽ യൂണിഫോം പോസ്റ്റുകളായ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു എ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റ്. 90 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 12th ലെവൽ യൂണിഫോം പോസ്റ്റിൻ്റെ സിലബസ് മുഴുവനും അൺഅക്കാഡമിയുടെ വെരിഫൈഡ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ കവർ ചെയ്യുന്നു. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, നാച്ചുറൽ സയൻസ് ഹാജ മുഹമ്മദ്, കോൺസ്റ്റിറ്റ്യൂഷൻ രാജേഷ് SR, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ റീജ S, ഫിസിക്കൽ സയൻസ് സിജി ബിജു, മാത്സ് ജോസുകുട്ടി, ഫാക്ട്സ് അബൌട്ട് കേരള നിഖിൽ നാഥ്. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28-ാം തീയതി ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ലെസണിൽ 1 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ. 51, പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജില്ല പാലക്കാട്, വയനാട്, ആലപ്പുഴ, ഇടുക്കി. 52, കേരള വന നിയമം നിലവിൽ വന്ന വർഷം 1969, 1963, 1961, 1972. 53, അസാധ്യം എന്നത് വിഡ്ഢികളുടെ ഡിക്ഷണറിയിൽ മാത്രമേ കാണൂ എന്ന് പറഞ്ഞതാര്? ലൂയി 14, റൂസോ, ലൂയി 16, നെപ്പോളിയൻ ബോണപ്പാർട്ട്. 54, ഇത് നിങ്ങളുടെ ലോകമാണ് എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? ഗ്ലോബൽ വാച്ച്, ആംനസ്റ്റി ഇന്റർനാഷണൽ, UNO, ഇവയൊന്നുമല്ല. 55, മുഗൾ ഭരണകാലത്തെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണത്തെയാണ്? അക്ബർ, ഷാജഹാൻ, ഹുമയൂൺ, ജഹാംഗീർ. 56, ഇന്ത്യൻ സംഗീതത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്നത് ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. 57, മണിയാർ ഡാം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പത്തനംതിട്ട, കൊല്ലം, ഇടുക്കി, തിരുവനന്തപുരം. 58, കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി നിർമ്മിച്ച കേരളത്തിലെ ഡാം? മലമ്പുഴ ഡാം, ഇടുക്കി ഡാം, പീച്ചി ഡാം, ബാണാസുര സാഗർ. 59, ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം? കടലുണ്ടി, തട്ടേക്കാട്, പക്ഷിപാതാളം, കുമരകം. 60, ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏത്? ശാസ്താംകോട്ട, പൂക്കോട് തടാകം, മേപ്പാടി, ഉപ്പള. 61, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ച വർഷം? 1955, 1975, 1965, 1956. 62, കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കണ്ണാറ, ഓടക്കാലി, വെള്ളാനിക്കര, പാമ്പാടുംപാറ. 63, അരുവിക്കുഴി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട്, ഇടുക്കി, കോട്ടയം, കൊല്ലം. 64, പാൽച്ചുരം ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? വയനാട് കണ്ണൂർ, കണ്ണൂർ കൊടക്, പുനലൂർ ചെങ്കോട്ട, ഇടുക്കി മധുര. 65, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട്. 66, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി? ആർദ്രം, കൈവല്യ, സമന്വയ, കൈത്താങ്. പെരിയാറിന്റെ നീളം 252 കിലോമീറ്റർ, 242 കിലോമീറ്റർ, 209 കിലോമീറ്റർ, 244 കിലോമീറ്റർ. 68, കരിമ്പുഴ ഏതിന്റെ പോഷക നദിയാണ്? ഭാരതപ്പുഴ, ചാലിയാർ, പമ്പ, പെരിയാർ. 69, പയസീനിയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? M. മുകുന്ദൻ, V. കുഞ്ഞിരാമൻ, K. മാധവൻ, ഇവയൊന്നുമല്ല. 70, സൗരയൂഥ സിദ്ധാന്തം ആരുടേതാണ്? കോപ്പർനിക്കസ്, ടോളമി, ജോഹാനസ് കെപ്ലർ, ഗലീലിയോ. 71, ലക്ഷ്മി പ്ലാനം പീഠഭൂമി എവിടെ കാണപ്പെടുന്നു? യുറാനസ്, ചൊവ്വ, ബുധൻ, ശുക്രൻ. 72, ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം? പയ്യന്നൂർ, കല്യാശ്ശേരി, ചെറുകുളത്തൂർ, പെരിങ്ങളം. 73, കരിവള്ളൂർ സമരം നടന്ന വർഷം? 1942, 1944, 1946, 1948. 74, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ല? കണ്ണൂർ, കോട്ടയം, എറണാകുളം, കൊല്ലം. 75, കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ഏത് പഞ്ചായത്തിലാണ്? പോത്തുകൽ, പള്ളിക്കൽ, കിഴാറ്റൂർ, മടിക്കൈ. 76, മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം? പനങ്ങാട്, കാക്കനാട്, വാളയാർ, അങ്കമാലി. 77, ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം? 1956, 1946, 1936, 1926. 78, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം? ഷൊർണൂർ, ഒലവക്കോട്, എറണാകുളം, കൊല്ലം. 79, കേരളത്തിലെ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ആര്? ഹെർമൻ ഗുണ്ടർട്ട്, ഫാദർ കുര്യാക്കോസ് ചാവറ, അർണോസ് പാതിരി, ബെഞ്ചമിൻ ബെയ്ലി. 80, വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ആര്? സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ സെക്കൻഡ്, അശോകൻ, ചന്ദ്രഗുപ്ത മൗര്യൻ. 81,
തത്വചിന്തകരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഹിപ്പോക്രാറ്റസ്. 82. പാർത്തിനോൺ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിന്ധു നദീർ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം. 83. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത്? രവീന്ദ്രനാഥ ടാഗോർ, ബി.ആർ. അംബേദ്കർ, ഗാന്ധിജി, ദാദാഭായ് നവറോജി. 84. ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം? അലിഗഡ് പ്രസ്ഥാനം, സ്വാഭിമാന പ്രസ്ഥാനം, ഹിതകാരുണ്യ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി. 85. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാര്? കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, അംശി നാരായണപിള്ള. 86. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെ? മുംബൈ, ലുധിയാന, കൊൽക്കത്ത, ലക്നൗ. 87. ഗാന്ധിജി നേതൃത്വം കൊടുത്ത കേദ കർഷക സമരം നടന്ന വർഷം? 1917, 1918, 1919, 1921. 88. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം? നവംബർ 11, സെപ്റ്റംബർ 12, ജൂൺ 11, ഡിസംബർ 12. 89. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു ഏത്? കൽക്കരി, മാംഗനീസ്, മോണോസൈറ്റ്, ബോക്സൈറ്റ്. 90. വി.ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം? അരേ സമാജം, സാധുജന പരിപാലന സംഘം, സമത്വ സമാജം, യോഗക്ഷേമ സഭ. 91. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകം? കാൽസ്യം, ഇരുമ്പ്, അയഡിൻ, സോഡിയം. 92. ശരീരത്തിലെ രാസപരീക്ഷണശാല? കരൾ, ശ്വാസകോശം, ഹൃദയം, തലച്ചോറ്. 93. അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്ര ഉപരിതലത്തിൽ ഉള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? പെരിസ്കോപ്പ്, ടെലിസ്കോപ്പ്, കാലിഡോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. 94. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്റ്റ്ലി, കാൾ ഷീലെ, റോബർട്ട് ബോയിൽ. 95. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം? എയ്ഡ്സ്, മഞ്ഞപ്പിത്തം, പ്രമേഹം, രക്തസമ്മർദ്ദം. 96. ഇരുമ്പിന്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ്? താപം, താപനില, വ്യാപനം, മർദ്ദം. 98. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം? മാംസ്യം, കൊഴുപ്പ്, ജീവകം, അന്നജം. 99. STPയിൽ 10 മോൾ അമോണിയ വാതകത്തിന്റെ വ്യാപ്തം? 22.4 ലിറ്റർ, 224 ലിറ്റർ, 112 ലിറ്റർ, 2.24 ലിറ്റർ. 100. അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനത്തെയും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ? 54, 52, 51, 41. അപ്പോൾ ഇത്രയാണ് 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. എഴുതി കഴിഞ്ഞ് OMRൽ തന്നെ നിങ്ങൾ എഴുതും എന്ന് വിചാരിക്കുന്നു. OMRൽ എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റായിട്ട് ആ OMRുമായി ബന്ധപ്പെട്ടുള്ള ടച്ചും അതേപോലെ തന്നെ ഒരുപാട് കുറവുകളും നികത്താൻ പറ്റുള്ളൂ. അപ്പോൾ OMRൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? എല്ലാ പരീക്ഷയും എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാമതൊരു കറുപ്പിക്കാൻ അല്ലെങ്കിൽ രണ്ടാമതൊരു വെട്ടാനുള്ള ഓപ്ഷൻ ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം മുതലേ OMR വേണം എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിലൊരു 10-500 OMR കുറഞ്ഞ പൈസയ്ക്ക് എവിടെ നിന്നാണോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കിട്ടുന്നത് അവിടുന്ന് എടുത്ത് വയ്ക്കുക. എന്നിട്ട് സ്ഥിരം എത്ര മാർക്കിനുള്ള പരീക്ഷയാണെങ്കിലും OMRൽ തന്നെ എഴുതി ശീലിക്കുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിനെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ലെസണിൽ ഉത്തരവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്